പുഷ്പ 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 ടു ദ റൂൾ പുഷ്പ ദ റൈസിന് ശേഷം പുഷ്പ ദ റൂൾ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. കാരണം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബോറടിച്ചു പോയെന്ന് വരാം. അതുകൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ആദ്യം പറയാം എന്ന് തോന്നുന്നു. ഇത് ഈ പടത്തിന് ഒരു ബിഗ് സിനിമയുടെ ഒരു ബിഗ് ഫിലിമിൻ്റെ ഒരു സെൻസ് ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഇല്ലെങ്കിലും തുടക്കം മുതൽ ഒരു 75% മൂവി ടൈമും ഒരു വലിയ പടത്തിൻ്റെ ഒരു ഫീലുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമല്ലെങ്കിലും പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പെക്റ്റഡ് ആണ്. പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കുറച്ച് റെപ്പറ്റീഷൻ ആ ക്യാരക്ടറിൻ്റെ ഇതിൽ നമുക്ക് തോന്നുമെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് നല്ലതാണെന്ന് വേണം പറയാൻ. അതുപോലെ കളർഫുള്ളാണ് പടം ആദ്യം മുതൽ അവസാനം വരെയും ഏകദേശം. പിന്നെ സിനിമാറ്റോഗ്രഫി വളരെ നല്ലതാണ്. ആക്ഷനും കുഴപ്പമില്ല. CMൻ്റെ സീക്വൻസ് ഉണ്ട്, ചീഫ് മിനിസ്റ്ററും അതിനുശേഷം പുഷ്പ എടുക്കുന്നൊരു തീരുമാനവും. ഒരു സീക്വൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പുഷ്പയുടെ ക്യാരക്ടർ, പുഷ്പ അൺപ്രഡിക്റ്റബിൾ ആണ് പലപ്പോഴും. പുഷ്പ എന്ത് പറയാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു ക്യാരക്ടർ സ്കെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുഷ്പ 1 ഒരു ക്യാരക്ടറിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ട്. വെറും ഒരു കൂലിക്കാരിൽ നിന്ന് പുള്ളി പതുക്കെ ഉയരുന്നതിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ, അതെനിക്ക് പുഷ്പ 1 ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിലങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഏകദേശം ഇതോടെ തീരുന്നു നല്ല കാര്യങ്ങൾ. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമി ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. പുഷ്പ 2 ദ റൂൾ. ഇനി പുഷ്പ 3 ദ റാംപേജ് വരുന്നുണ്ടെന്ന് അവസാനം എഴുതി കാണിച്ചു. ഈ പടം ഒരു 3-3.5 മണിക്കൂറുണ്ട്. 1:30 കയറിയ ഞാൻ ഏകദേശം ഇൻ്റർവെലൊക്കെ ചേർത്ത് 4 മണിക്കാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു പകുതി ദിവസം സ്പെൻഡ് ചെയ്താലേ ഈ പടം കാണാൻ പറ്റും. അങ്ങനെ നേരത്തെ പറഞ്ഞ നല്ല കാര്യങ്ങൾ അല്ലാതെ പറയുകയാണെങ്കിൽ ഏറ്റവും ജാറിങ് ആയിട്ട് എനിക്ക് അന്ന് പുഷ്പ 1 കണ്ടപ്പോഴും, പുഷ്പ 1 തിയേറ്ററിലല്ല കണ്ടത്, ഞാൻ പുഷ്പ 2 കാണാൻ വേണ്ടി പുഷ്പ 1 കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് കസിൻ്റെ വീട്ടിൽ പോയി OTTയിൽ ആമസോൺ പ്രൈമിൽ ആണ് ഇത് കണ്ടത്. അപ്പോഴേ ഞാൻ 2 ദിവസം മുമ്പാണ് കണ്ടത്. അന്നും ആ സിനിമ കണ്ടപ്പോഴും ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്, എന്തിന് ഇത്ര വൃത്തികെട്ട വിഗുകൾ, അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനാണെങ്കിലും കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഇത്രയും വൃത്തികെട്ട മേക്കപ്പ്, ഇത്രയും വൃത്തികെട്ട വിഗ്, അത് ഈ കാലഘട്ടത്തിലൊക്കെ ഈ വിഗൊക്കെ വെച്ച് ആൾക്കാരെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കഷ്ടത്തൻ. അതൊക്കെ വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ വലിയ കാര്യമല്ലായിരിക്കും, പക്ഷെ അത് ഭയങ്കര ജാറിങ് ആണ്. പുഷ്പ 1 അല്ലു അർജുൻ പെർഫോമൻസ് പുഷ്പ 2 നല്ലതായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പുഷ്പ 1 പാട്ടുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. പാട്ടുകൾ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ DSP റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദാണ് മ്യൂസിക്, അതിലും ഇതിലും. സുകുമാരൻ തന്നെയാണ് ഡയറക്ഷൻ, അതിലും ഇതിലും. പാട്ട് ഇതിൽ വലിയ രസമില്ലാത്തതൊക്കെ തോന്നി. പുഷ്പ 1 പോലെ പുഷ്പ 2 ഐറ്റം ഡാൻസിൻ്റെ ഒപ്പം തന്നെയുള്ള ഫെമിനിസ്റ്റ് സോങ് അല്ലെങ്കിൽ ഒരു ആൻറ്റി മെൻ സോങ് ഇതിലുമുണ്ട്. ഒരു പ്രത്യേക കോമ്പിനേഷനാണത്. അത് പുഷ്പ 1 പുഷ്പ 2 ഉണ്ട്. പക്ഷേ പുഷ്പ 2 പാട്ട് എനിക്ക് അത്ര രസിച്ചില്ല. കൊറിയോഗ്രാഫിയൊക്കെ നല്ലതാണ് മിക്ക പാട്ടുകളിലെയും. പിന്നെ ഓബ്വിയസ്ലി നിങ്ങൾ ഈ പടത്തിന് പോകുമ്പോൾ, ഞാൻ ഈ പടത്തിന് പോകുമ്പോഴും ഒരു മസാല പടം, ഒരു മാസ് പടം, ഒരു എൻ്റർടൈൻമെൻറ്റ് പടം എന്ന രീതിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അങ്ങനൊരു വിചാരമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് കാണാൻ പോകുന്ന പ്രതീക്ഷയിലല്ല KGF 2 സലാറോ പുഷ്പ 2 കാണാൻ പോകുന്നത്. ആ ഒരു യൂണിവേഴ്സിന് അകത്തു നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് പോലും എനിക്ക് ഇഷ്ടംപോലെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളിപ്പോൾ ലോജിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തുള്ള പടങ്ങളിൽ ലോജിക്കില്ല, ഊളത്തരമാണ് കാണിക്കുന്നത്, അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത് അങ്ങനെ ഇറക്കുന്ന ഒരു പടം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാസ് മസാല പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഇറക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നമ്മൾ അത് ലോജിക്കില്ല, അതിൻ്റെ അകത്ത് കഥയില്ല, സ്ക്രിപ്റ്റ് ഇല്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പരമാവധി സലാറ് കാണുമ്പോഴായാലും പുഷ്പ 2 കാണുമ്പോഴായാലും ഞാൻ ആ ഒരു യൂണിവേഴ്സിൽ ആ ഒരു ലോകത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിച്ച് വേണമെങ്കിൽ ഇരിക്കാം. അത് എൻ്റർടൈനിങ് ആണെങ്കിൽ, എനിക്ക് പേഴ്സണൽ എൻ്റർടൈനിങ് ആണെങ്കിൽ, ഓബ്വിയസ്ലി സിനിമ വ്യൂവിങ്
ആർട്ട്, സിനിമ ഇതെല്ലാം സബ്ജക്റ്റീവാണ്, പേഴ്സണലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും ഞാൻ ആ യൂണിവേഴ്സിൽ നിന്ന് മാക്സിമം ഇത് ആസ്വദിക്കാൻ ശ്രമിച്ചു. ഇത് ഒരു പരിധി വരെ എനിക്ക് എൻ്റർടൈനിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ കുറേ ഇപ്പം നമുക്ക് ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണല്ലോ പോകുന്നത്, പ്രതീക്ഷ ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഇത് കൊള്ളാമല്ലോ, ഇത് എൻജോയബിൾ ആണല്ലോ, ഇതൊക്കെ എൻ്റർടൈനിങ് ആണല്ലോ എന്ന് തോന്നിപ്പിക്കും. ചില സീൻസിൽ, ചില സീക്വൻസിൽ, ചില ഭാഗങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. ഇതിൽ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയുന്നില്ല, അത് ഏത് രീതിയിൽ പോകുന്നു ഞാൻ പറയുന്നില്ല. ഒരു വല്ലാത്ത രീതിയിലാണ് പോകുന്നത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. എങ്കിലും ആ ഒരു പവർ ഡൈനാമിക്സ്, പവർ പൊളിറ്റിക്സിലേക്ക് കടക്കുന്ന പോലെ ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല. എങ്കിലും പൊളിറ്റിക്സ് ആണോ വെച്ചാൽ പൊളിറ്റിക്സ് അല്ല, പക്ഷേ ആ ഒരു പവർ സീനിലേക്ക് പുഷ്പ വരുന്നതിൻ്റെ ഒരു കഥയാണിത്. അപ്പോൾ ആ പവർ വരുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ പവറിലേക്ക് നയിക്കുന്ന സീക്വൻസസും ആ തീരുമാനം എടുക്കാനുള്ള കാരണവും ആ സീക്വൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന സമയത്ത് ഒരു പിന്നെ ക്ഷീണിക്കും, നമ്മൾ കുറച്ച് കണ്ട് ക്ഷീണിക്കും. കാരണം 3-3.5 മണിക്കൂറുണ്ട്, ഏകദേശം 3.5 മണിക്കൂറില്ല, 3:21, 3:27 അങ്ങനെ എന്തോ ആണ് പടം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ക്ഷീണിക്കും. പിന്നെ ഇന്ത്യവരൊക്കെ ഉള്ളൊരു കുഴപ്പമില്ല, ഇടയ്ക്ക് ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ, അതായത് ഈ യൂണിവേഴ്സിനകത്ത് നിന്ന് മാക്സിമം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പിന്നീട് ഈ പുഷ്പയുടെ പവറോ ഇത് ഭയങ്കര ഇൻകൊഹറൻ്റ് ആണ്. കാരണം ഒരു ഭയങ്കര ഓസിലേറ്റിംഗ് ആണ്. ചില സമയത്ത് പുഷ്പ ഇൻവിൻസിബിൾ ആണ്, ചില സമയത്ത് പുഷ്പ ഇൻവിൻസിബിൾ അല്ല. അത് കണക്ക് പുഷ്പ 1-ൽ ഓക്കെ, അപ്പം പുള്ളി ഉയർന്നൊരു സമയത്ത് ഒരു പോലീസുകാരൻ എതിരാളിയായി വരുന്നു, ഓക്കെ. പിന്നീട് ഫഹദ് SP ആയിട്ട് വരുന്നു, ഓക്കെ. പക്ഷെ ഇതിൽ ഫഹദിൻ്റെ ക്യാരക്ടർ പോരാ. പുഷ്പയുടെ അടുത്ത് പിടിച്ചിരിക്കാനാണെങ്കിൽ പുഷ്പ ഇത്രത്തോളം ഉയർന്ന സ്ഥിതിക്ക് പുഷ്പയോട് എതിർക്കാൻ പോകുന്ന ഒരാളല്ല ഫഹദിൻ്റെ പോലീസ് ക്യാരക്ടർ. അതിന് മേളിലും പുഷ്പയ്ക്ക് ആളുള്ളപ്പോൾ പുഷ്പ ഫഹദിനെ പേടിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു, ഫഹദിനെ പേടിക്കുമെന്ന് പലരും പറയുന്നു. അതെനിക്ക് മനസ്സിലായില്ല. അത് പിന്നീട് മാറി വരുന്നുണ്ട്. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ കുറേ നേരം ഈ ഫഹദ് വേഴ്സസ് പുഷ്പ എന്നതിൽ കാണിക്കുമ്പോൾ എനിക്കത് ഒട്ടും കൺവിൻസിങ് ആയില്ല. കാരണം ഞാൻ യൂണിവേഴ്സിനകത്ത് നിന്ന് പറയുകയാണ്, ലോജിക്ക് പറയുമല്ല, യൂണിവേഴ്സിനകത്ത് നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്. ഇത് ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം എന്തിന് പുഷ്പ ഫഹദിനെ പേടിക്കണം? പേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷേ എന്തിന് ആൾക്കാർ പുഷ്പയോട് ഫഹദിനെ പേടിക്കണം, ഫഹദിൻ്റെ ക്യാരക്ടറെ പേടിക്കണം, ഷെഖാവത്ത് സാറിനെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുഷ്പ ഇതിനേക്കാൾ വലിയ 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 സംഗതികൾ നേരിട്ട് മറികടന്ന് വിജയിച്ച് വന്നതിന് ശേഷം അവസാനമായപ്പം ഒരു ചീകള് കിഡ്നാപ്പിംഗ് കേസ്, ഇത് എന്തുവാണെന്ന് മനസ്സിലായി. വെറുതെ ഞാൻ പറഞ്ഞില്ല, ഞാനിതിലെ ലോജിക്ക് പറയുമല്ല, പക്ഷേ അല്ലാതെ തന്നെ ഈ കഥയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത് ഒട്ടും ചേരാത്ത ഒരു സംഭവമായിരുന്നു സിനിമയ്ക്ക് പുഷ്പ എന്നുള്ള ക്യാരക്ടർ. കാരണം അതിനേക്കാൾ വലിയ സംഭവങ്ങൾ പുള്ളി ചെയ്തതിന് ശേഷം അവസാനം വെറുതെ ഒരു ആ ഇടി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. സലാറിൻ്റെ അവസാനം ഒരു സോംബി സംഭവം വരുന്ന കണക്ക്, സോംബി അല്ല പക്ഷേ അതുപോലത്തെ ഒരു സംഭവമാണ് ഇതിലും കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മളിനി എത്ര ആസ്വദിക്കാൻ ശ്രമിച്ചാലും അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ കുറേ ആക്ഷൻ സീക്വൻസസും അങ്ങനെ ഒരു കാര്യമില്ലാത്തൊരു കിഡ്നാപ്പിംഗ് കേസും പിന്നെ അവസാനം വെറുതെ പുഷ്പയ്ക്ക് ചേരാത്ത കണക്കുള്ള കുറേ ഫാമിലി സെൻറ്റിമെൻറ്റ്സും വല്ലാത്തൊരു എൻഡിങ്ങും, അതിൻ്റെ ഇടയിൽ അല്ലു അർജുൻ്റെ അവസാന ക്ലൈമാക്സിലൊക്കെ ഒരു സഹിക്കാൻ പറ്റാത്ത അഭിനയവും. പുഷ്പ 1-ൽ പുള്ളിക്ക് എങ്ങനെ, അല്ലു അർജുന് എങ്ങനെ നാഷണൽ അവാർഡ് കിട്ടി എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പുഷ്പ 1-ലെ കണക്ക് തന്നെ രശ്മിക മന്ദാനയുണ്ട്. രശ്മിക മന്ദാന പ്രത്യേകിച്ച് റോളെന്ന് വെച്ചാൽ വളരെ, അതായത് അടുക്കളയിൽ കുക്കൊക്കെ ചെയ്യുക, മട്ടക്കറിയൊക്കെ വയ്ക്കുക, മട്ടക്കറി എടുത്ത് കളയുക, മട്ടക്കറി പിന്നെ വയ്ക്കുക, പിന്നെ ഫീലിങ്സ് വരുമ്പോൾ ബെഡ്റൂമിലേക്ക് പോവുക, അങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ രശ്മിക മന്ദാനയ്ക്ക് ഇതിനകത്ത് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇടയ്ക്ക് ചില സീക്വൻസിലൊക്കെ ത്രില്ലിങ് എന്ന് വെച്ചാൽ ചില രീതികളൊക്കെ ചേസും അല്ലെങ്കിൽ ഇപ്പോൾ അവർ കടത്തുന്ന രീതികളും പിന്നെ ചില ഡയലോഗ്സും കൈയടികൾ കിട്ടുന്ന ഡയലോഗ്സും ഉണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. പക്ഷേ ഈ അവസാനത്തെ ഒരു അരമണിക്കൂർ അത് വെറുതെ കട്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഭേദമായേനെ.
നല്ലതായതിനേന്നല്ല, കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഭേദമായതിനെ ചിലപ്പോൾ ഈ സിനിമ എന്ന് തോന്നിപ്പോയി. പിന്നെ ഡബ്ബിങ്, ഞാൻ മലയാളത്തിലാണ് കണ്ടത്, മലയാളം ഭാഷയാണ് കണ്ടത്. ഈ ഡബ്ബിങ് പൊതുവെ എന്ത് മലയാള സിനിമ അല്ലാതെ നമ്മൾ മലയാളം ഡബ്ബ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട് മിക്ക പടങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും. ഈ പടത്തിലും അങ്ങനെ ഉണ്ട്. അത് ശബ്ദത്തിന് കുഴപ്പമില്ല, എന്തുവാണത്, അത് വോയിസ് ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ കുറവാണോ എന്തുവാണോ എനിക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ അത് കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നും. ഈ സീൻസും ഈ വോയിസും കൂടെ ജാറിങ് ആയിട്ട് ഭയങ്കരമായിട്ട് തോന്നി, ഇപ്പോഴും തോന്നി. ഇതിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്തുകൊണ്ടും അത് മാച്ച് ആവാത്ത എനിക്ക് തോന്നും. അല്ലു അർജുൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത് ജിസ് ജോയ് ആണ്, ഡയറക്ടർ. തലവൻ, വിജയ് സൂപ്പറും പൗർണമിയൊക്കെ ഡയറക്റ്റ് ചെയ്ത ജിസ് ജോയ് ആണ് മലയാളത്തിൽ അല്ലു അർജുൻ്റെ ശബ്ദം കൊടുത്തിരിക്കുന്നത്. പുള്ളി നല്ലോണം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാര്യം പുള്ളി ഒരു ആക്ടർ അല്ലല്ലോ, പുള്ളി ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് പുള്ളിയുടെ ശബ്ദത്തിന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പല സമയത്തും പൃഥ്വിരാജ് ശബ്ദം കണക്ക് തോന്നുന്ന ശബ്ദമാണ്. ശബ്ദത്തിന് കുഴപ്പമൊന്നും, ശബ്ദത്തിൻ്റെ അല്ല, എന്തോ ഭയങ്കര, എന്നാൽ എന്തൊക്കെ ചെയ്താലും ഒരു ജാറിങ് ആയിട്ട് തോന്നും. ഇതിലും തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് ഒരു ബിഗ് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഇത് തരുന്നുണ്ട് കുറേ സമയത്തേക്കെങ്കിലും. അതുപോലെ സിനിമാറ്റോഗ്രഫി നല്ലതാണ്, കളർഫുള്ളാണ്. അതുകൊണ്ട് മാത്രം ഐ എം ഗോയിങ് വിത്ത് 2 out of 5 ഫോർ പുഷ്പ 2 ദ റൈസ്. പുഷ്പ 2 ദ റൂൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.